ഹായ് ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് തമ്പനയിൽ കണ്ട പോലെ തന്നെ യൂട്യൂബ് ബാൻ ചെയ്യണമെന്ന് നമുക്ക് തോന്നിപ്പോയ കുറേ കാണിക്കാനാണ്. എന്തായാലും നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, വീഡിയോ ഫുള്ളായിട്ട് കാണണം കേട്ടോ. അപ്പോൾ എനിക്കുള്ള പോലെ തന്നെ ധാരണകളായിരിക്കാം നിങ്ങൾക്കും. സോ വീഡിയോയിലേക്ക് പോകും. നമ്പർ 1 ദേ ഇവനാട്ടാ. ഞാൻ നിരപരാധിയാണല്ലോ, സത്യം തെളിയും, സത്യമേത ജഗതേ ജയഹേ ജനതേ എന്നൊക്കെ പറയുന്നു ഞാൻ. കാരണം സംഭയാമി യുഗേ യുഗേ, സംഭവിക്കാതിരിക്കുന്നത് സംഭവിക്കാനേ ചെയ്യും. മച്ചാന്റെ കാര്യം പറയുകയാണെങ്കിൽ മച്ചാൻ ഒരു മണ്ടനെ പോലെ ജീവിക്കാനാണോ മണ്ടനാണോന്ന് അറിയാൻ പാടില്ല. പക്ഷെ ആൾക്ക് കുറെ ഫാൻസ് ഒക്കെ ഉണ്ട്. ഈയിടെയായിട്ട് ഞാൻ ഫോർട്ട് കൊച്ചി പോയപ്പോഴേക്കും ഫോർട്ട് കൊച്ചിയിൽ വെച്ച് നമ്മുടെ അലിൻ ജോസ് മച്ചാനെ കണ്ടായിരുന്നു. മച്ചാനെ കണ്ടപ്പോഴേക്കും മച്ചാനോട് ഒരു ഫോട്ടോ എടുത്തോട്ട് ചോദിച്ചപ്പോഴേക്കും ഒന്നും മിണ്ടണില്ല, ഭയങ്കര ഗമയൊക്കെ. ഹിന്ദിക്കാർ വട്ടം കൂടി നിൽക്കുക മച്ചാൻ്റെ കൂടെ ഫോട്ടോ എടുക്കാനുണ്ട്. അപ്പം ഞാൻ ഇങ്ങനെ ആലോചിച്ചു, ഇവൻ ഇത്രയ്ക്ക് വലിയ സെലിബ്രിറ്റി ആണോ? ഇനിയിപ്പോൾ ചിലപ്പോൾ അവൻ്റെ ആ ഒരു സെലിബ്രിറ്റി ഒരു ഗമയുള്ളതുകൊണ്ടാണ് നമ്മൾ മലയാളികൾക്ക് കല്യാണം തന്നിട്ട് കാര്യമില്ല. കാരണം അവനെ എപ്പോഴും പുച്ഛായിരിക്കും. ഈ വെളിവില്ലാത്തവന്മാരാണല്ലോ ഇവന്മാരെയും കൊണ്ട് ചുമന്നുകൊണ്ട് കിടക്കുള്ളൂ. അടുത്തവനെ കാണാം. சாவுன்னா பயப்படுறதுக்கு உன்ன மாதிரி காசுக்கு மாரடிக்கிற எச்ச கூலிப்படம் நினைச்சியா? பாண்டியன், ரத்னவேல் பாண்டியன். ശരിക്കും നമ്മുടെ നാടിന് ആവശ്യം ഇതുപോലത്തെ പൊട്ടന്മാരെയാണോ? ശരിക്കും നമ്മുടെ നാടിന്റെ ശാപം എന്താ? എന്തായാലും നമുക്ക് ഇനിയുണ്ട് കുറേ അപരാധങ്ങൾ ഉള്ള കാര്യം പറയാലോ. അടുത്ത കണ്ടസ്റ്റന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ചേച്ചിയാണ്. അല്ല, ഇവർ ഈ ലൈവിൽ വന്ന് എന്ത് കാണിച്ചിട്ടാണ് ഈ ലൈക്കിന് വേണ്ടി ഒരുമാതിരി ഇറച്ചിക്കട പട്ടി ഇരിക്കണ പോലെ ഏത് 10 ലൈക്ക് അടി എന്ത് കാണിച്ചിട്ടാന്ന് അറിയാൻ പാടില്ല. ഓടി വന്ന് ചാടി വന്ന് 10 ലൈക്ക് അടിക്ക്, ഒട്ടി വന്ന് ചാടി വന്ന് 10 ലൈക്ക് അടിക്ക്, 10. ചേച്ചിയുടെ മെയിൻ പരിപാടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേച്ചി രാവിലെ കുളിച്ചൊരുങ്ങി വീട്ടിൽ കറിക്കും കഞ്ഞിക്കും ഒന്നും ഉണ്ടാക്കിയില്ലെങ്കിലും ചേച്ചി ലൈവ് ഇട്ട് ആൾക്കാരെ അങ്ങ് സൂചിപ്പിക്കും. പിന്നെ ഒരു കുഴപ്പമില്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേച്ചിയുടെ ലൈവിൽ വന്ന് ആരും ഒന്നും പറയാൻ പാടില്ല. ചേച്ചി പറയണതും കേട്ട് ചേച്ചി കാണിക്കണേ കണ്ട് കുറച്ച് നേരം പിഴിഞ്ഞും കൈ പിടിച്ചൊക്കെ വിട്ടോളണം. കാരണം വേറെ ഒന്നുമില്ല, ചേച്ചി എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ചേച്ചി എല്ലാ ലൈവിലും വന്ന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കണ്ണിൽ കാണുന്ന എല്ലാ ലൈവിലും ഞാൻ പോകാറുണ്ട്, എല്ലാവർക്കും ഞാൻ സപ്പോർട്ട് കൊടുക്കാറുണ്ട്. ചേച്ചി എല്ലാ ലൈവിലും വന്ന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പോരാത്തതിന് പച്ചത്തെറി ഇജാതി മയിരൊക്കെ ആദ്യം യൂട്യൂബ് ബാൻ ചെയ്യണം. നമുക്കൊന്ന് കണ്ടു നോക്കാം. ഞാൻ പറയണേനാണോ കുഴപ്പമൊന്നും നോക്കാം, നിങ്ങൾ കണ്ടു നോക്കൂ. പോടി ഉള്ളതിന്റെ തള്ളച്ചിയുടെ തള്ളച്ചിയുടെ ഉള്ള പൊള്ളിച്ച് നോക്ക് നീ പോയിട്ട്, എന്നിട്ട് ഇവിടെ ഒന്ന് തൊലിക്ക് നീ വന്നിട്ട്. ഒരു പണിയില്ലാത്തതുകൊണ്ടല്ലേ ഈ പണി ചെയ്യാൻ വരുന്നത്. നിന്റെ തള്ളക്ക് മറ്റേ പണിയുണ്ടോ? വേശ്യപ്പണി ഉണ്ടോ? നിന്റെ തള്ളക്ക് വേശ്യപ്പണി ഉണ്ടോ? ഞങ്ങൾക്ക് ഇതാണ് പണി. ഞങ്ങളുടെ പെരക്കകത്ത് നിന്നാണ് ലൈവ് ഇടുന്നത്. ഞാൻ നിന്റെ അമ്മയുടെ തുണി പൊക്കി പിടിച്ച് ലൈവ് ഇടാൻ വന്നോ? നിന്റെ അച്ഛന്റെ സാമാനത്തെ തൂങ്ങി ലൈവ് ഇടാൻ വന്നോ? നിനക്ക് പിന്നെ അത്ര കഴപ്പ് വരേണ്ട കാര്യം എന്താ? ഞാൻ എന്റെ വീട്ടിൽ നിന്ന് ലൈവ് ഇടുന്നതിന് നിന്നെ വിളിച്ച ആരെങ്കിലും ഇങ്ങോട്ട്? നിന്നെ വിളിച്ച് അവിടെ തീർക്കാനായിട്ടില്ലല്ലോ. നീ പിന്നെ ഇങ്ങോട്ട് വന്നോ നായെ? നിന്നെ വിളിച്ചില്ലല്ലോ. നീ എന്റെ വീട്ടിൽ പോകും. നിന്റെ തള്ളച്ച അവിടെ ഉണ്ടോ നോക്ക്. നിന്റെ തള്ളച്ച അവിടെ തുണിയും പൊക്കെ ഇരിക്കുന്നത്. അങ്ങോട്ട് ചെല്ലടാ നീ. എന്നിട്ട് ഇവിടെ ഒന്ന് കൊണയടിക്കും. പോടാ അങ്ങോട്ട്. നിന്നെ ഇവിടെ കൊണയടിക്കാൻ വിളിച്ച ആരെങ്കിലും നീ അങ്ങോട്ട് പോടാ അങ്ങോട്ട്. ഏത് ഒരുപാട് കൊണയടിക്കരുതെന്നാ പറയണേ. അതായത് ചേച്ചിയുടെ ലൈവ് എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയ കൊണയാ. പിന്നെ അങ്ങനെ കുറെ നട്ടലില്ലാത്ത വാണങ്ങളെന്ന് തന്നെ പറയാം. ഇവർ എന്ത് മൈര് കാണിച്ചിട്ടാണ് ഇവർ ഇത്ര സപ്പോർട്ട് ചെയ്യണം, അല്ലെങ്കിൽ ലൈക്ക് അടിക്കണത്, സബ്സ്ക്രൈബ് ചെയ്യണം. ഞാൻ കഴിഞ്ഞ ദിവസം അവരെ സബ്സ്ക്രൈബർ ലിസ്റ്റ് ഒക്കെ എടുത്ത് നോക്കിയപ്പോൾ 2.21 വെറും ലൈവ് ഇട്ട് മാത്രം. എന്നിട്ടും നിനക്കൊന്നും നാണയില്ലോടാ വെറുതെ ആണുങ്ങളുടെ വില കളയാനായിട്ട്. ദൈവത്തെ ഓർത്ത് യൂട്യൂബ് ഇതിലൊരു തീരുമാനം എടുത്ത് ഇജാതി മൈരുകളെയൊക്കെ ഇതിൽ നിന്നൊന്ന് ബാൻ ചെയ്യണം. എത്ര പാവപ്പെട്ട ചാനലുകളുണ്ട്, അവരെയൊക്കെ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക. അല്ലാതെ ഒരു പെണ്ണ് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ എന്ത് കാണിച്ചാലും സപ്പോർട്ട് ചെയ്യാനും അതിൽ വന്ന കമൻറ്റ്. ഞാൻ ഇതിൻ്റെ അവരുടെ ചാനലിൻ്റെ പേര് സ്വപ്ന വ്ളോഗ്സ് എന്നാണ്. ഇത് കണ്ടിട്ട് ഇതുപോലെയുള്ള മാറിയ ചാനലുകളിൽ കയറിയിട്ട് ദൈവത്തോട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യാതിരിക്കുക. കാരണം നിങ്ങൾ കാശ് കൊടുത്ത് കടിക്കണ പട്ടീനെ മേടിക്കണം എന്ന് പറയണ പോലെയാണ്. എന്ത് കാര്യത്തിന് ഇതിനെയൊക്കെ സപ്പോർട്ട് ചെയ്യണം? ഇങ്ങനെയൊക്കെ സപ്പോർട്ട് ചെയ്തിട്ട് സ്വന്തം തന്തേനും തള്ളേനൊക്കെ പറയണം. നീയൊക്കെ കേട്ടോണ്ടിരിക്കണം നാണയില്ലാത്ത നാറികളെ. ഇത്രയൊക്കെ ഉള്ളൂ പറയാൻ. നമ്മുടെ കേരളം ഇങ്ങനെ പോവുള്ളൂ. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക. ഈ ഒരു റിയാക്ഷൻ വീഡിയോ ഒന്നും പറയാൻ പറ്റില്ല. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇനി ഇതുപോലത്തെ കുറേ അപരാധങ്ങളൊക്കെ ഉണ്ട്. അതുമായിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ വന്ന് പൊക്കോളാം. ഓക്കെ, ബൈ.